ഇതുവരെയായും പാൻ കാർഡ് എടുക്കാത്തവർ നിർബന്ധമായും ശ്രദ്ധിക്കുക. പുതിയ പാൻ കാർഡ് എടുക്കുന്നതിന് 2026 മാർച്ച് 31 വരെ ആധികാരിക രേഖയായി ആധാർ കാർഡ് മാത്രം മതി. എന്നാൽ അതിനുശേഷമാണ് പാൻ കാർഡിന് അപേക്ഷ വയ്ക്കുന്നതെങ്കിൽ ആധാർ കൂടാതെ ജനനത്തീയതി തെളിയിക്കുന്ന മറ്റൊരു രേഖ കൂടി നിർബന്ധമാണ്. പരിഷ്കരിച്ച ജനനത്തീയതി രേഖകൾ ഇവയൊക്കെയാണ്: ജനന സർട്ടിഫിക്കറ്റ്, ഇന്ത്യൻ പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, വോട്ടർ ID കാർഡ്, പെൻഷൻ പേയ്മെൻറ്റ് ഓർഡർ, വിവാഹ സർട്ടിഫിക്കറ്റ്, 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ്, കേന്ദ്ര അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ജീവനക്കാരാണെങ്കിൽ ഫോട്ടോ ID കാർഡ്, അല്ലെങ്കിൽ CGHS അല്ലെങ്കിൽ ECHS ഫോട്ടോ ID കാർഡ്, മജിസ്ട്രേറ്റ് മുമ്പാകെയുള്ള ഒറിജിനൽ സത്യവാങ്മൂലം. ആയതിനാൽ മുകളിൽ പറഞ്ഞ രേഖകൾ ഹാജരാക്കാൻ കഴിയാത്തവർ 2026 മാർച്ച് 31 മുമ്പായി പാൻ കാർഡ് അപേക്ഷ സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക. നിലവിൽ പാൻ കാർഡ് അപേക്ഷ സമർപ്പിക്കുന്നതിന് ആധാർ, 2 ഫോട്ടോ, ഒപ്പ് ഇവ മാത്രം മതി. എന്നാൽ ഏപ്രിൽ 1 ശേഷമാണെങ്കിൽ ആധാർ കൂടാതെ നേരത്തെ പറഞ്ഞ ഏതെങ്കിലും രേഖ കൂടി ആവശ്യമാണ്. ഇപ്പോൾ ബാങ്ക്, പോസ്റ്റ് ഓഫീസ് എന്നിവിടങ്ങളിൽ അക്കൗണ്ട് തുടങ്ങുന്നതിനും 50,000 രൂപയിൽ കൂടുതലുള്ള സാമ്പത്തിക ഇടപാടുകൾക്കും, ഉദ്യൻ രജിസ്ട്രേഷൻ, വിവിധ ലോൺ അപേക്ഷകൾ എന്നിവയ്ക്കും പാൻ കാർഡ് അത്യാവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാൻ കാർഡ് ഇല്ലാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള CSC അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രം വഴി പാൻ കാർഡ് എടുത്തു വയ്ക്കേണ്ടതാണ്. താങ്ക്